ഹായ് ഓൾ, ഹെൽസ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കുറച്ച് നാൾ മുന്നേ റീൽസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മളിപ്പോഴാണ് ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ സാധിച്ചത്. ഇപ്പോൾ ഇത് നമ്മൾ ഷോപ്പിൽ അത്യാവശ്യം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൺസ്യൂമർ കിട്ടാനും എടുക്കാനും ഒക്കെ നല്ല ഡിലേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയത്. ഇത് ഇട്ടേക്കുന്നത് ഞാൻ അതിനകത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മൾ ഷോർട്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു സ്പോർട്സ് ബ്രാ ആണ്. ഒരു സ്പോർട്സ് ബ്രാ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ഒരു ബ്രായായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പോർട്സ് ബ്രായാണ്. അതേപോലെ തന്നെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ തരുന്നത്. പിന്നെ കുറേ പേര് അതിനകത്ത് കുറേ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിനകത്തും കമൻസിലായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പാഡഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ലൈറ്റ്ലി ഇതുപോലത്തെ ഒരു പാഡ് കൊടുത്തിട്ടുണ്ട്. കാരണം അത് എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഷേപ്പും കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ സ്പോർട്സ് ബ്രായിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ബ്രസ്റ്റിന് ഒരു ഷേപ്പും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏതൊരു ഇച്ചിരി വണ്ണം ഉള്ള ഒരു സൈസ് ഉള്ളവർക്ക്, ഏതൊരു സൈസ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓവറായിട്ട് ഇപ്പം എന്താ പറയുക ഒരു 44 അങ്ങോട്ട് കിടക്കുന്നവർക്ക് നല്ലതായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് താഴത്തോട്ട് സൈസ് ഉള്ളവർക്ക് നമുക്കിത് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ളൊരു സ്പോർട്സ് ബ്രായുമാണ്. പ്ലസ് ഒരു ബ്രായുമായിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം നമുക്ക് നല്ല ഒരു ഹോൾഡ് ചെയ്യാനും നല്ല ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട്. അതിനെ ഹോൾഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ബാക്ക് പോർഷൻ ഇതിൻ്റെ ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മളത് വെക്കുന്നതെങ്കിൽ ഒന്നോടെ നല്ല രീതിയിൽ സപ്പോർട്ട് നമുക്ക് കിട്ടും. ഇനി അതല്ല നമുക്ക് തിരിച്ച് ഇങ്ങനെയും ആയിട്ടാണ് വെക്കുന്നത്. നമ്മുടെ നോർമൽ ബ്രായുടെ പോലെ തന്നെ ഒരു ഇതായിട്ടാണ് ഇടുന്നതെങ്കിലും അതും ഓക്കെയാണ്. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോടെ ഒരു എക്സ്ട്രാ നമുക്കൊരു സപ്പോർട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇത് വേറെ ഒരു ഇതുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓപ്പൺ ആണ്. ഫ്രണ്ട് ഓപ്പണിൽ കൂടെ നമുക്ക് പിന്നെ എപ്പോഴും വൺസ് നമ്മളില്ലേ ഇതൊന്ന് ഇടാനായിട്ട് നമ്മൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നമുക്ക് സെറ്റാക്കി വെക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇത് ഈസി ആയിട്ട് നമുക്ക് കെയറിങ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൈസിലേക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം എന്ന് മാത്രം. ആദ്യം നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇതാണ് നമുക്കിത് കണ്ടോ, ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയാണ്. ഇത് ഊരി ഇത് കണ്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം മാനിക്യൂലിട്ടാണ് നമ്മൾ ഇട്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട് ഇതില്ലേ ഈ ഒരു പോർഷനെ നമ്മൾ ഫ്രണ്ട് ബ്രസ്റ്റിനെ ലിഫ്റ്റ് ചെയ്യിക്കുക. നമ്മൾ ലിഫ്റ്റ് ചെയ്ത് നമ്മൾ എന്നിട്ട് ഇങ്ങോട്ടേക്ക് വെക്കുക ചെയ്യുന്നത്. ഇത് നോക്കിയാൽ അറിയാം. ഇവിടെയും അങ്ങനെയാണ്. നമ്മൾ ഫ്രണ്ട് ഇതിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പൊസിഷൻ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ആദ്യം ഈ ഒരു പോർഷനില്ലേ ഈ ഒരു പോർഷൻ വന്നിട്ട് കുറച്ച് ലൂസാക്കി കൊടുക്കുക. ലൂസാക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വന്നിട്ട് ഇപ്പുറത്തേൽ നമ്മളൊന്ന് സിബ് ഇടാനും എടുക്കാനുമായിട്ട്. അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വട്ടത്തിനനുസരിച്ചിട്ട് എത്താതെ വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ സിബ് ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് ലൂസാക്കി വെച്ചിട്ട് വേണം ഇത് സിബിന് നമ്മൾ കറക്റ്റ് ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ. ഇതിൻ്റെ ഒരു വീഡിയോ ഇല്ലേ, ഒരു ട്യൂട്ടോറിയൽ വീഡിയോ, അതായത് നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എങ്ങനെയാണ് ആദ്യം ഇടുക എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോടൊപ്പം ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ. മനസ്സിലായിട്ടുണ്ടാവില്ല ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മൾക്ക് ഇടുന്നതെന്നുള്ളത്. പിന്നെ വേറൊരു ഡൗട്ട് എല്ലാവർക്കും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഇത് നമ്മുടെ ജിമ്മിന് പറ്റുമോ അല്ലെങ്കിൽ ഹൈ ഇമ്പാക്റ്റിന് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം. നമുക്ക് ഇതൊരു ഹൈ ഇമ്പാക്റ്റിന് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അതൊരു ഹൈ ഇമ്പാക്റ്റിന് നമുക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ഇത് തന്നെയാണ്.
പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസിനകത്ത് കണ്ട ഒരാൾ ചോദിച്ചത് ഇത് വന്നിട്ട് ബ്രാൻഡ് ആണോ എന്നുള്ളതാണ്. ഇത് നമുക്ക് ബ്രാൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ലോക്കലായിട്ട് കിട്ടുന്നതൊന്നുമല്ല, നമുക്ക് പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാനും കുറച്ച് ഡിലേ വന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കൊണ്ടുവന്നതിൽ വോക്ക് ഇൻ ചെയ്ത കസ്റ്റമേഴ്സിന് പോയി അത് കഴിഞ്ഞ് റീൽസ് ആയിട്ട് ഞാനൊന്ന് കാണിച്ചിരുന്നു. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സൽ, 2XL വരെയാണ് നമ്മുടെ ഷോപ്പിൽ ഇപ്പൊ അവൈലബിൾ ആക്കിയേക്കുന്നത്. അതിനോടൊപ്പം തന്നെ 2XLാർക്കാണെങ്കിലും 3XL വരെ പോകുന്നവർക്ക് ഇത് ഓക്കെയാണ്. പിന്നെ ഒത്തിരി ഓവർ ബ്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് നമുക്കത് പറ്റണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നോക്കിയാൽ അറിയാം, ഇതിന് ചെറിയൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയൊരു പാഡ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ഒരു C വരെ ഉള്ളവർക്ക് ഒരു 40 സൈസ് 42ലേക്ക് കയറുമ്പം ഒരു B ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. 42ൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇടവണ്ണം മാത്രം, നിങ്ങളുടെ ഇവിടുത്തെ വണ്ണം ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാമെന്ന് മാത്രം. കാരണം എന്നാണെന്നറിയാമോ, ഇത് ഇത്രയും നമുക്ക് പറ്റും, കണ്ടോ, ഇത്രയും വരേക്കാണ് നമുക്കത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ വട്ടം എത്രമാത്രം ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഒന്ന് വലിയ സൈസുകാർ പർച്ചേസ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഓവറായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ആവുന്ന ഒരു മെറ്റീരിയൽ അല്ല. അത്യാവശ്യം ഒന്ന് സ്ട്രെച്ച് ആവും. കാരണം ഓവർ സ്ട്രെച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹൈ ഇമ്പാക്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജിം ആക്ടിവിറ്റീസിനും ഒക്കെ നമുക്കിത് പറ്റാതെ വരും. നമ്മൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ അത് ബൗൺസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഓവർ സ്ട്രെച്ച്ഡ് അല്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നോർമൽ രീതിയിലാണ് ഈ ഒരു ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് 1199 രൂപയാണ്. വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ആദ്യം ഇതിന്റെ കാര്യം കേട്ടു, ഇതേപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ആട്ടോ. ഇത് നമ്മൾ റീൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിന്റെ പ്രോഡക്റ്റിന്റെ ഒരു രീതിയും കാര്യങ്ങളും വരുന്നത്. ഇത് ഓൾറെഡി മാനിക്യൂറിൽ ഇട്ടതായതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഇടാത്തത്. ഇത് ഫുൾ സീംലെസ്സാണ്. അതായത് ഒരു ബി കപ്പുകാർക്ക് പറ്റുന്നതാണ് കേട്ടോ. 38 വരെയുള്ള ബി കപ്പുകാർക്കാണ് ഇത് പറ്റുന്നത്. ഇത് 30 തൊട്ടിട്ട് 38 വരെയാണ് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആക്കിയേക്കുന്നത്. ഈ ഒരു കട്ടിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളും ഈ ഒരു കട്ടിങ്ങിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റിഫ്നറാണ്, കണ്ടോ, ചെറിയൊരു രീതിയിൽ ഒന്നൊരു പെയിൻഫുള്ളോ കാര്യങ്ങളോ ഒന്നുമല്ല. ബി കപ്പ് ആണെങ്കിൽ പോലും നമുക്ക് ഇത്രയും ഒരു 3 ഹുക്കിൻ്റെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ഇതിനകത്താണ് ആ കപ്പും കാര്യങ്ങളും വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. സീംലെസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട, അതായത് ചില ഡ്രസ്സിനൊക്കെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടീനേജ് പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ടീനേജ് പിള്ളേർ ഭയങ്കരമായിട്ട് ഇതിനെ എൻക്വയറി ചെയ്യുന്ന ഒരു ഐറ്റമാണ്. സീംലെസ് ബ്രാ അവൈലബിൾ ആണോ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്നത്. ഈവൻ ഇനി ടീനേജ് അല്ലെങ്കിലും ഒരു ബീക്കപ്പുകാർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ലൈക്രയാണ് ഇതിൻ്റെ ഫാബ്രിക്. അപ്പോൾ അതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം കണ്ട ഒരു ചെറിയൊരു സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ അറിയാം, കണ്ടോ, ചെറിയൊരു സ്ട്രെച്ചിങ് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഇതും നമുക്കില്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണെങ്കിൽ കൂടിയും നമുക്ക് അത്യാവശ്യം പ്രൈസ് റേഞ്ചിൽ വരുന്ന, ഇങ്ങനെ അറിയാലോ, ഇങ്ങനത്തേക്ക് ഒരു മോഡലാകുമ്പോൾ പ്രൈസ് ഉണ്ടാവും എന്നറിയാലോ. അപ്പോൾ ഒരു 999 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റിന് മാത്രമാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നത്. ഇത് ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങളുടെ സൈസും കാര്യങ്ങളും ഈ വീഡിയോ ഫുള്ള് ക്ലിയർ ആയിട്ട് കേട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ വിളിക്കുക, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ഇതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.